നമ്മുടെ ഈ ഗെറ്റ് ടുഗദർ ഇത്രയും ഗംഭീരമാക്കിയ ഈ ഗ്രൂപ്പിൻ്റെ സജീവ സാന്നിധ്യമായ നമ്മുടെ എല്ലാം പ്രിയ സ്നേഹിതൻ അഡ്വക്കേറ്റ് അജേഷ് ആലപ്പാട്ടിനും ഗെറ്റ് ടുഗദർ തുടങ്ങി ഇത്രയും നാളിനിടയിൽ ഈ ഒരു ഗെറ്റ് ടുഗദറിന് മാത്രം ദർശന സൗഭാഗ്യം നൽകിയ അഭിലാഷ് കുമാറിനും കോട്ടയ്ക്കൽ രാജാസ് ഹൈസ്കൂളിൽ 2003 ബാച്ചിൻ്റെ പേരിലും അതുപോലെ നമ്മുടെ സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാം കണ്ണിലുണ്ടിയായ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ സുജിത് കോട്ടയ്ക്കൽ എന്ന എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എടാ എന്താ എൻ്റെ പ്രശ്നം? ഓ സോറി, അനക്ക് അന്നൊന്നും ഒരേ പ്രശ്നമല്ലേ ഉള്ളൂ. എടാ അജേഷ്, വെറുതെ കളിയാക്കരുത്. അതും ഈ ഓക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എഴുതിയ കത്ത് ഈ അമീറിന് കൊണ്ടുപോയി കൊടുത്തോണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത്. എടാ അന്നത് പറ്റിപ്പോയി. അത് വെച്ച് അതിന് മാത്രം ഇന്നെ കുത്തിയിട്ടില്ലേ? ഇങ്ങനെ ഇതും പറഞ്ഞ് നിന്റെ മനസാക്ഷി കോടതിയിൽ ഈ എത്ര തവണ തൂക്കി കൊന്നിട്ടുണ്ടോ? എടാ അഭിലാഷേ, വക്കീലന്മാരും മനുഷ്യന്മാരാടാ. എടാ ഓള് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഒരു കാര്യമില്ലാണ്ട് പ്രതീക്ഷയായി. നിനക്കറിയോ, ഞാൻ ഈ മീറ്റിന് വന്നതുപോലും ഓള് വരുമെന്ന് ഓർത്തിട്ടാ. എടാ ഓളെ കാണാൻ വരുമ്പോഴെങ്കിലും നല്ല ഡ്രസ്സ് ഇട്ട് വന്നൂടെ? എനിക്ക് ഒന്ന് ഇൻസൈഡെങ്കിലും ചെയ്തുകൂടെ? ഈ ഇന്നെ നോക്ക്. അഭിലാഷേ, 2003 ബാച്ചിൽ ഇനി നമ്മള് മാത്രമേ കല്യാണം കഴിക്കാൻ ബാക്കിയുള്ള കേട്ടോ. അജേഷേ, എന്തൊക്കെയോ വർത്താനം? നല്ല വർത്താനം, സുഖം. ഞാനേ ഫുഡ് എടുത്തിട്ട് വരാം. ഈ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലേ? ഒരു കുത്തു വെച്ചാ. എടാ അജേഷ്, ഓളെ ഇനിയിപ്പോൾ എങ്ങനെയാ കാണാൻ പറ്റുക? എടാ എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. വിഷമിക്കലടോ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ആ അമ്മേ, 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 എനിക്കൊരു മാറ്റമില്ലല്ലോ അഭിലാഷേ. അത് പിന്നെ ടോർച്ച് അടിച്ച് പെട്ടെന്ന് മുന്നിലേക്ക് വന്ന ആരായാലും. അല്ലെങ്കിൽ പേടിയില്ലാത്ത ഒരാള്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അമ്മ പറഞ്ഞറിഞ്ഞു. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അവിടെ ഇപ്പോ ക്ലിനിക്കും പ്രാക്ടീസും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൂടെ ബാക്കിയുണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഓന്റെ വീട്ടുകാരൊക്കെ ഇവിടെ കുറച്ച് കുടുംബക്കാരൊക്കെ ഉണ്ട്, വേറെ ആരുമില്ല. പിന്നെ ഉമ്മയും വാപ്പയൊക്കെ പണ്ടേ പോയല്ലോ. ഓർക്കൊന്നും കാണേണ്ടി വന്നില്ലല്ലോ, അത്രയും സമാധാനം. ആയിക്ക, ഇവിടെ അഭിലാഷിൻ്റെ അടുത്തുണ്ട്. ആ ശരി, പാച്ചിക്ക് വരുന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. എടി എനക്ക് മോളെയും കൂടി കൂട്ടായിരുന്നില്ല. അതിനി ആവാലോ. അമ്മേ പോയിട്ടാ. അതെ, ഞാൻ വേണേ കൊണ്ടാക്കാം. ആ എന്നിട്ട് ഞാൻ തിരിച്ചുകൊണ്ടാക്കാനല്ലേ? അയ്യോ, ഇപ്പൊ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ കണ്ട്. അത് ഇപ്പോഴും ജന്നത്ത് തന്നെയാണല്ലേ? എനിക്ക് മണം കിട്ടിയ ആ ഷർണ, ഈ ഓക്കെ അല്ലേ? എൻ്റെ പൊന്ന അഭിലാഷേ, വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ സമാധാനിപ്പിച്ച് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്ന് സാമ്പാറൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചപ്പോഴാ കുറച്ചെങ്കിലും സമാധാനമായി. ഇനി ഈയൂടെ തുടങ്ങല്ലേ പ്ലീസ്. എടാ ഞാനേ
നാളെ കഴിഞ്ഞ് മംഗലാപുരത്തേക്ക് പോവുക. ആ 3-4 ദിവസം കഴിഞ്ഞേ വരൂ. ഒന്നിലും വിളിക്കാം. ശരി. കറിയോ? ഈ വെജിറ്റേറിയൻ ആവണമെന്ന് പറഞ്ഞപ്പോഴും അനക്ക് ആയുർവേദം പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഉമ്മച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ഒരു ഒസാം കുടുംബത്തിലെ ചെറുക്കൻ്റെ കൂടെ ഈ പോയപ്പോൾ എൻ്റെ പാപ്പ നാണക്കേട് കൊണ്ട് തലകുനിച്ചിരുന്നപ്പോഴും ഉമ്മച്ചി എനക്ക് വേണ്ടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇത് അതുപോലെ അല്ല ഷെറിനെ. എനിക്ക് ജീവിതം ഒരുപാട് ബാക്കി കിടക്കുക. എൻ്റെ ഉമ്മ നിങ്ങൾ എനിക്ക് ഇത്തിരി സമാധാനം തരും. ഷെറിമൂസക്ക് രജിസ്റ്റർ ഉണ്ടേ? ഷെറിമൂസ ഒരു രജിസ്റ്റർ ഉണ്ട്. ഒരു ഓക്കെ. റസീത, പാച്ചിക്കാനെ വിളിച്ചാൽ കിട്ടൂ? ഇല്ലടി, മംഗലാപുരത്ത് ഉള്ളിലെവിടെയാണ്. 2 ദിവസത്തേക്ക് ഇനിയിപ്പോ നോക്കണ്ട. പരിപ്പെട്ടല്ലേ കഴിഞ്ഞ ദിവസം വെച്ചത്? പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. തേങ്ങിട്ട്. അഭിലാഷേ, ആ ഒന്നിങ്ങോട്ട് വാ. അമ്മ ഒരു മിനിറ്റ്. സ്മഗ്ലിംഗ് കേസോ? എടാ, ഈ അത്ര തന്നെയല്ലേ ചേച്ചേ? അതെ, അത്ര തന്നെയാ. വാപ്പ എങ്ങനെ അറിഞ്ഞ? പാച്ചയ്ക്കാണെങ്കിൽ സ്ഥലത്തും ഇല്ല. ഷർണേ, ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കുക?